പ്രവാചകന്റെ മരണത്തിന് ശേഷമാണ് ഇനി എനിക്ക് മദീന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ വേദനയോടെ സിറിയയിലോട്ട് യാത്രയാകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞും കാണാതായ ബിലാലിനെ ഉമറിന്റെ കാലത്താണ് പ്രവാചകൻ സ്വപ്നത്തിൽ വന്നുകൊണ്ട്, അല്ലയോ ബിലാൽ, എന്താ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നത്. ഓർമ്മകളിൽ ഒരുങ്ങിക്കൊണ്ട് മഹാനായ ബിലാൽ തിരിച്ച് മദീനയിലേക്ക് മടങ്ങുകയാണ്. പ്രവാചകന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും ബാങ്കുലി ഒന്നുകൂടി കേൾപ്പിക്കാമോ എന്ന് ബിലാലിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പരിശുദ്ധമായ ബാങ്കുലി അന്ന് മദീനയിൽ ഒന്നും കൂടി മുഴങ്ങുകയാണ്. പക്ഷേ എങ്കിലെന്നാൽ ബിലാലിന് ബാങ്കുലി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും മനസ്സു തകർന്ന് കുഴഞ്ഞു വീണ ബിലാലിൻ്റെ ഇഷ്കിൻ്റെ അടുക്കലോട്ട് മരണത്തിൻ്റെ അവസാന നിമിഷം കടന്നു വരികയാണ്. തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാനായ ബിലാൽ പറയുകയാണ്, എന്തിനാണ് നീ കരയുന്നത്? ഞാൻ നാളെ അള്ളാഹുവിനെയും റസൂലിനെയും പവിത്രമായ മനുഷ്യരെയും കാണാൻ പോവുകയാണ്.